പറഞ്ഞാൽ തെളിയുമോ എന്നാണ് ചോദ്യം. നമുക്കൊപ്പം അതിഥികളുണ്ട്. രാജു പി നായർ, കോൺഗ്രസ് പ്രതിനിധി, CPM പ്രതിനിധി അഡ്വക്കേറ്റ് K അനിൽകുമാർ, BJP പ്രതിനിധി JR പത്മകുമാർ എന്നിവരാണ് നമുക്കൊപ്പം. ഞാൻ ആദ്യം രാജു പി നായരിലേക്ക് പോകുന്നു. രാജു പി നായർ, പരസ്യ പ്രതികരണത്തിന് PV അൻവർ ഇല്ല, പാർട്ടിക്ക് പൂർണ്ണമായും കീഴ്പ്പെടുന്നു, പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ അഭ്യർത്ഥന പൂർണ്ണമായും ഉൾക്കൊണ്ടുകൊണ്ട് ഇനി പരസ്യ പ്രതികരണം റിപ്പോർട്ട് വരുന്നതുവരെ നടത്തില്ല എന്നാണ് ഇപ്പോൾ PV അൻവർ വ്യക്തമാക്കിയിരിക്കുന്നത്. അല്പസമയത്തുള്ള സോഷ്യൽ മീഡിയ പോസ്റ്റ് വരും. പ്രതിപക്ഷം യഥാർത്ഥത്തിൽ ആയുധമില്ലാത്ത അവസ്ഥയിലാകുമോ? നിങ്ങൾക്ക് ആയുധം നൽകുന്നത് PV അൻവർ ആണെന്നാണ് പറഞ്ഞത്. PV അൻവർ ആ ആയുധത്തിന്റെ സപ്ലൈ നിർത്തി. നിങ്ങൾ പ്രതിസന്ധിയിലാവുമോ രാജു പി നായർ? ഈ ഞാൻ ചോദിക്കുന്നത്, കേരളത്തിലെ ഭരിക്കുന്ന ഒരു പാർട്ടി ഇങ്ങനെ കാലെ വീണ അഭ്യർത്ഥനയൊക്കെ നടത്തി കഴിഞ്ഞാൽ പിന്നെ PV അൻവർ എന്ത് ചെയ്യും? കാലെ വീണ അഭ്യർത്ഥിക്കുകയാണല്ലോ. ഇത്രയും വലിയ പാർട്ടിക്കെതിരെ ആരോപണം ഉന്നയിച്ച പാർട്ടിയുടെ സംസ്ഥാന സമിതി അംഗവും പേഴ്സണൽ സെക്രട്ടറിയുമായിട്ടുള്ള ആൾക്കെതിരെ ആരോപണം ഉന്നയിച്ച ആളോട് പാർട്ടി അഭ്യർത്ഥിക്കുന്നു വന്നാൽ എന്ത് ചെയ്യും? ഞാനിപ്പോൾ ശ്രീമതി KK രമയുടെ മനസ്സൊന്ന് വായിക്കാൻ ശ്രമിക്കുകയാണ്. അവർ പറയുന്നുണ്ടാവും, ഈ പാർട്ടി എൻ്റെ ഭർത്താവിനോട് ഈ ഇത് കാണിച്ചിരുന്നെങ്കിൽ എൻ്റെ മക്കൾക്ക് അച്ഛനില്ലാണ്ടാവുമായിരുന്നില്ലല്ലോ എന്ന് ചിലപ്പോൾ KK രമ ഇരുന്ന് മനസ്സിൽ പറയുന്നുണ്ടാവും. എന്തൊരവസ്ഥയാണ് ഈ പാർട്ടിയുടെ, ഒന്ന് ആലോചിച്ച് നോക്കിയേ. എവിടെയാണ് പാർട്ടി? ഞാൻ ചോദിക്കട്ടെ, ഈ അങ്ങ് ചോദിച്ച ചോദ്യം, അൻവർ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ അവിടെ നിൽക്കുകയല്ലേ? MN വിജയനെ ഒന്നുകൂടി ഓർത്തു നോക്ക്. MN വിജയനെ ഒന്നുകൂടിയൊക്കെ ഒന്ന് ഓർത്തു നോക്ക്. ചോദ്യകർത്താവിനെ പുറത്തേക്കാളും ചോദ്യം അവിടെ നിൽക്കും എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടല്ലോ. അൻവർ മാത്രമല്ല ചോദ്യങ്ങൾ പറഞ്ഞിരുന്നത്, അതല്ലാതെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ മുഴുവൻ നിൽക്കുകയാണ്. P ശശി സ്വർണ്ണ തട്ടിപ്പുകാരുടെ വിഹിതം മേടിക്കുകയാണ് എന്ന് പറഞ്ഞതാണ്. എന്താ P ശശിയെ ഞാൻ സംരക്ഷിക്കുന്നു, മാതൃകാപരമായ പ്രവർത്തനം നടത്തിയെന്ന് പറഞ്ഞപ്പോ PV അൻവർ പറഞ്ഞത് P ശശിയെ കുറിച്ചല്ല, കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്വർണ്ണ തട്ടിപ്പ് കേസിന്റെ വിഹിതം മേടിക്കുന്ന തട്ടിപ്പുകാരനാണ് എന്ന് തന്നെയല്ലേ പറഞ്ഞത്? അതല്ലേ പറഞ്ഞത്. ഇനി PV അൻവർ ഇന്നലെ ഇട്ടൊരു പോസ്റ്റ് നോക്കൂ. എന്താ ഇന്നലെ അദ്ദേഹം ഇട്ടിരുന്ന പോസ്റ്റ്? അദ്ദേഹം പറയുകയാണ്, ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും, ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. ഒരു ഗാലറിയും കണ്ടല്ല ഈ പണിക്കിറങ്ങിയത്, ഒരു ഗാലറിയും കണ്ടല്ല ഈ പണിക്കിറങ്ങിയത്, ഒരു കയ്യടിയും പ്രതീക്ഷിക്കുന്നില്ല. ഈ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങളും പാർട്ടിയെ സ്നേഹിക്കുന്നവരും എൻ്റെ ഒപ്പം ഉണ്ട്, അത് മതി, ഇവിടെയൊക്കെ തന്നെ കാണും, അതിനപ്പുറം ആരും ഒരു ചുക്കും ചെയ്യില്ല. അരുണേ, PV അൻവർ എന്ന് പറയുന്നത് കടന്നൽ കൂട്ടം ഉയർത്തിവിട്ടിയൊരു നേതാവാണ്. അദ്ദേഹം ഒരു തട്ടിപ്പുകാരനാണ്, ഭൂമി തട്ടിപ്പുകാരനും നാട്ടിലുള്ള ആൾക്കാരെ ചെക്ക് തട്ടിപ്പും എല്ലാം നടത്തിയിട്ടുള്ള ഒരു 1 നമ്പർ തട്ടിപ്പുകാരനാണ്. ഇവിടെ തട്ടിപ്പ് നടത്തിയ സംബന്ധിച്ച് ഇപ്പൊ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞല്ലോ, സ്വർണ്ണ തട്ടിപ്പ് അൻവർ ഉണ്ട് എന്ന് വ്യംഗ്യത്തിൽ പറഞ്ഞല്ലോ. നിങ്ങൾ വ്യാഖ്യാനിച്ചോളൂ. സ്വർണ്ണ തട്ടിപ്പ് നടത്തുന്നവർക്ക് വേണ്ടി വാദിക്കുന്നവർ PV അൻവർ ആണ് എന്ന് അദ്ദേഹം പറഞ്ഞല്ലോ, പറയാതെ പറഞ്ഞല്ലോ, നമ്മളെല്ലാരും വ്യാഖ്യാനിക്കുകയും ചെയ്തല്ലോ, ഇല്ലേ? അപ്പൊ അത്രയും വലിയ തട്ടിപ്പുകാരനെ ആരാണ് കേരളത്തിലെ അഴിമതിക്കെതിരെ പോരാടുന്ന വലിയ സിംഹമാക്കി മാറ്റിയത്? കടന്നൽ കൂട്ടമാണ്, കടന്നൽ കൂട്ടം. ഇന്നലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പത്രസമ്മേളനം നടത്തിയോടെ കടന്നൽ കൂട്ടം ഉറങ്ങുന്ന നാടായി കേരളം മാറി. അവരെല്ലാം ഉറങ്ങി, ഇല്ലേ? അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇപ്പൊ PV അൻവറിന് സമൂഹ മാധ്യമങ്ങളിലും പിന്തുണയില്ല എന്നുള്ള അവസ്ഥയിലേക്ക് പോയി. ഈ ശബ്ദം നഷ്ടപ്പെട്ട്, സ്വരം നഷ്ടപ്പെട്ട്, സംസാരശേഷി നഷ്ടപ്പെട്ട എന്റെ പ്രിയ സുഹൃത്ത് അനിൽകുമാറിനെ പോലെയുള്ളവരൊക്കെ ഒരു മാസം തലയിൽ മുണ്ടിട്ട് മുങ്ങി നടക്കുകയായിരുന്നു. വന്ന് മറുപടി പറയാൻ പറ്റണില്ല. സർവാധിപത്യത്തിലേക്ക് ഈ പാർട്ടി പോയില്ലേ? ഞാൻ ചോദിക്കട്ടെ, MV ഗോവിന്ദൻ PV അൻവറിന്റെ പരാതികൾ ഗൗരവമുള്ളതാണെന്ന് പറഞ്ഞപ്പോഴാ P ശശിക്കെതിരെ ആരോപണം ഉന്നയിച്ചതിന് ശേഷമാണ് പറയുന്നത്, ഇല്ലേ? സെപ്റ്റംബർ 4-ന് MV ഗോവിന്ദൻ നടത്തുന്ന വാർത്താ സമ്മേളനത്തിൽ പറയുന്നു, ഗൗരവമുള്ള ആരോപണങ്ങളാണ്, അന്വേഷിക്കപ്പെടണം, ഇല്ലേ? PV അൻവർ P ശശിക്കെതിരെ ഉന്നയിച്ച ആരോപണം ഉൾപ്പെടെ ഗൗരവമുള്ളതാണെന്ന് പറഞ്ഞ പാർട്ടി എങ്ങനെയാണ് ഇപ്പൊ അഭ്യർത്ഥിച്ച കാലെ വീട് PV അൻവറിനോട് മാപ്പ് ചോദിക്കുന്നത്? അല്ലല്ല അല്ലല്ല അല്ല അരുൺ അരുണേ അരുൺ 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 അതിൽ വലിയൊരു പ്രശ്നമുണ്ട്. അരുൺ അതിൽ വലിയൊരു പ്രശ്നമുണ്ട്. ഈ അനിൽകുമാർ ഇതിനെ കുറിച്ച് ചോദിക്കുമ്പോഴത്തേക്ക് കാലാവസ്ഥ വ്യതിയാനത്തെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അരമണിക്കൂറായിട്ട് ഇവിടെ ഇരിക്കുകയാണ്. ആ ചോദ്യം അനിൽകുമാറിനുള്ള ചോദ്യമാണ്, ഏറ്റവും പ്രധാനപ്പെട്ട പൊളിറ്റിക്കൽ ചോദ്യമാണ് താങ്കൾ ചോദിച്ചത്. കാരണം അതല്ലല്ലോ, പുള്ളി ഇപ്പൊ നേരെ കടലിൽ മത്സ്യമില്ലാത്തതിനെ കുറിച്ച് പറയും. ശ്രീ അനിൽകുമാർ,
Debate with Arun Kumar